PMC കരാറിൽ നിന്നും പിന്മാറാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. അതിനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രമാണെന്നും N. ഷംസുദ്ദീൻ. ഒപ്പിടാൻ ഇടതു സർക്കാർ നിർബന്ധിതമായെന്നും മന്ത്രി. മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ പ്രവർത്തക സമിതിയിൽ ലീഗ് മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT റിപ്പോർട്ട് കോടതിയിൽ. അന്വേഷണ പുരോഗതി ഹൈക്കോടതിയെ അറിയിച്ചു. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ വൈകിട്ടോടെ ഇടക്കാല ഉത്തരവ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് UDF സർക്കാരിന്റെയും ക്ലീൻ ചിറ്റ്. ക്രമവിരുദ്ധമായി പദ്ധതികൾ ഊരാളുങ്കലിന് നൽകിയിട്ടില്ലെന്ന് പൊതുമരാമത്ത് മന്ത്രി. ഗുണനിലവാരം കർശനമായി പാലിക്കുന്ന കമ്പനിയെന്നും ഊരാളുങ്കലിന് പ്രശംസ. വിമർശിച്ചവർക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടെന്ന് മുൻ മന്ത്രി VN വാസവൻ. LDF പിന്തുണയില്ലെങ്കിലും അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ടു പോകാൻ UDF. പ്രമേയം അവതരിപ്പിക്കാൻ ആവശ്യമുള്ളത് 34 അംഗങ്ങളുടെ പിന്തുണ. ഇനി LDFനെ സമീപിക്കില്ലെന്ന് UDF. അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കൗൺസിലർമാർ. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് ജീവനക്കാർ കൊള്ള ചെയ്തത് 7.75 കോടി രൂപ. 8 ജീവനക്കാരുടെ ആസ്തിയിൽ 100 ഇരട്ടി വർധന. ആഡംബര ഹോട്ടലുകളും ഭൂമിയും വാങ്ങിക്കൂട്ടി പ്രതികൾ. കൊള്ള നേരത്തെ തന്നെ തീർത്ഥകേന്ദ്ര ട്രസ്റ്റ് അറിഞ്ഞിരുന്നതായും വിവരം. ചമ്പത് റായിയെ ചോദ്യം ചെയ്ത SIT. പശ്ചിമേഷ്യൻ സംഘർഷാവസ്ഥയ്ക്ക് താൽക്കാലിക ശമനമെന്ന് വിവരം. നാളെ ദോഹയിൽ തുടർ ചർച്ച. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ചർച്ചയ്ക്ക്. പശ്ചിമേഷ്യയിലെ 8 US താവളങ്ങൾ തകർത്തതായി ഇറാൻ. യുദ്ധക്കുറ്റങ്ങൾക്ക് അമേരിക്കൻ ഇസ്രയേൽ നേതാക്കളെ വിചാരണ ചെയ്യണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമനേയി. തർക്കം തുടരുന്നത് ഹോർമുസിന്റെ പേരിൽ. സമാന്തര പാത തുറക്കാൻ അമേരിക്ക. പൂർണ്ണ നിയന്ത്രണമെന്ന് ഇറാൻ. പ്രതീക്ഷ നഷ്ടപ്പെട്ട് വെനസ്വേല. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിൽ കിടക്കുന്നവരെ കണ്ടെത്താൻ അന്താരാഷ്ട്ര രക്ഷാപ്രവർത്തകരുടെ സഹായത്തോടെ തീവ്ര ശ്രമം. മരണം 2000 അടുക്കുന്നു. കറാച്ചി സ്ഫോടനത്തിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം ശക്തമാക്കി പാകിസ്ഥാൻ. ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ 29 പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാന്റേത് ഭീരുത്വമെന്ന് താലിബാൻ. ഈ വർഷം തന്നെ ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന. വധശിക്ഷാവിധി രാഷ്ട്രീയ പ്രേരിതമെന്നും ഹസീന. അവാമി ലീഗ് അധ്യക്ഷയുടെ പ്രതികരണം അഭിമുഖത്തിൽ. ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ച പ്രസ്താവന. വള്ളംകളി സീസണ് തുടക്കമായി. പമ്പയാറിൽ ചമ്പക്കുളം മൂലം വള്ളംകളി അല്പസമയത്തിനകം. 7 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 14 കളിവള്ളങ്ങൾ പങ്കെടുക്കും. വള്ളംകളിക്ക് പ്രാദേശിക അവധി നൽകാത്തതിൽ അതൃപ്തിയുമായി കുട്ടനാട് MLA. ലോകകപ്പിൽ ബ്രസീൽ നിന്ന് അഗ്നി പരീക്ഷ. നോക്കൌട്ടിലെ എതിരാളികൾ ജപ്പാൻ. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത 1 ഗോളിന് തോൽപ്പിച്ച് കാനഡ ആദ്യമായി പ്രീ ക്വാർട്ടറിൽ.